പത്തനംതിട്ട ജില്ല തിരുവല്ല കവിയൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. എൻ്റെ പേര് ഉഷാ ജയൻ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജയൻ. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഭർത്താവിൻ്റെ മദ്യപാനം ആയിരുന്നു. അത് ഇവിടെ അമ്മ മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിച്ച ശേഷം പരിപൂർണമായി വളരെയേറെ മാറ്റമുണ്ടായി. ബാക്കി എൻ്റെ ഭർത്താവ് പറയും. എൻ്റെ പേര് ജയൻ. ഞാൻ പത്തനംതിട്ടയിലെ കവിയൂരിൽ നിന്നും വരുന്നു. എൻ്റെ ഭാര്യയാണ് ഉഷ. എൻ്റെ 2 മക്കൾ, അതായത് മൂത്തത് സൂര്യയും 27 വയസ്സും, രണ്ടാമത്തേത് 20 വയസ്സുള്ള നേഴ്സിംഗ് പഠിക്കുന്ന സുചിത്ര ജയനും. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര മദ്യപാനമായിരുന്നു. എന്നെ ആരെക്കൊണ്ടും തിരുത്താൻ മേലാത്ത രീതിയിലുള്ള മദ്യപാനങ്ങളായിരുന്നു. അതായത് 1000 രൂപ കിട്ടിയാൽ 600 രൂപയ്ക്ക് മദ്യപിക്കും, ഇങ്ങനെയുള്ളൊരു കാര്യമായിരുന്നു. വീട്ടിൽ അതിനൊത്ത് സമാധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവൾ പല ഇതും പോയി നോക്കി, ഇങ്ങനെ ജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങളെ ഓരോരോ കാര്യങ്ങൾ വെച്ച് നോക്കി, അതിൽ നിന്നൊന്നും നമുക്കൊരു കരകയറ്റം കിട്ടിയില്ല. ഞാൻ പഴയതുപടി പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഇവൾ തൊഴിലുറപ്പിന് പോകുന്ന അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരു പ്രവർത്തകർ പറഞ്ഞു, ഇവളോട് പറഞ്ഞു, കൂട്ടുകാരി പറഞ്ഞു, എടി ഇതുപോലൊരു കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട് ചേർത്തല, അപ്പോൾ അവിടെ പോയി നോക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഈ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലാതിരിക്കും, വഴക്കും പക്കാണൊന്നും ഇല്ലാതിരിക്കും എന്ന് പറഞ്ഞു. ഇവളത് പോയി ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അതേ ചൊല്ലിയായിരുന്നു വഴക്ക്. ഈ കൃപാസനം എന്ന് പറയുന്നത് എന്തുവാ, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വഴക്കും തെളിവിളിയും, അതുപോലെ തന്നെ പിള്ളേരുമായിട്ട് അടിക്കുകയും കൊച്ചുങ്ങളെ അടിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ വെള്ളവടി പൂർണ്ണമായിട്ടും തിരോധിച്ചു. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ എന്നാൽ എപ്പോഴും വെള്ളവടിക്കാരാണ്. അവരുടെ കൂടെ തന്നെയാണ് ഞാനിപ്പോഴും പണി. പക്ഷേ അവരോരോ കള്ളും കുപ്പികളും അതും ഇതും നമ്മൾ തുറന്ന് വെച്ച് കഴിയുമ്പം ഞാൻ അവരോട് സഹകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അടിക്കാനുള്ള പ്രേരണ ഇപ്പോഴും ഇല്ല. ഞാൻ അതിൽ നിന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഈ അമ്മ മാതാവിനോട് തിരുമാനം അതിന് ഞാൻ നന്ദി പറയുന്നുണ്ട്. ഈ മദ്യപാനത്തിന് പൂർണ്ണമായും എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ ഇവിടെ വരികയും ഇവിടെ നിന്നുള്ള ഈ പ്രാർത്ഥനകൾ വൈകിട്ട് ഒഴിയുകയും പിന്നെ ഇവിടുന്ന് തരുന്ന എണ്ണയും തേനും എന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യെ കൊടുത്തേക്ക് എൻ്റെ ഈ കയ്യിലൊരു മുഴയുണ്ടായി. ആ മുഴയിലല്ല ഇപ്പോൾ തേച്ചുണ്ട്. അപ്പോൾ എനിക്കും വിശ്വാസമായി തുടങ്ങി. ഇതിനകത്ത് എനിക്കിപ്പോൾ പരിപൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മദ്യപാനമായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കൊരു നാശമായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഇപ്പം പണിയുണ്ട്, ഇഷ്ടംപോലെ പണി ചെയ്യാനുള്ള ഇതുണ്ട്. മറ്റേ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ തിരിച്ചു വരിക, ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റങ്ങളും എൻ്റെ കുടുംബത്തിന് ഇപ്പം നല്ല ഐശ്വര്യങ്ങളും കടങ്ങളെല്ലാം വീട്ടി ഇപ്പം ഒരു ആധാരം പണയത്തിലിരിക്കുന്ന സമയമായിരുന്നു. അതെല്ലാം പണയത്തിൽ നിന്നെല്ലാം എടുത്ത് എല്ലാ കാര്യങ്ങളിലും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ അമ്മയോടും തിരുകുമാരനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കൊടുക്കാം. വീട് പണി പൂർത്തീകരിച്ചു. അമ്മ മാതാവിനോട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, അമ്മയെ എൻ്റെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് തരണേ. അത് സാധിച്ചു തന്നു. അത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടക്കുകയും കടബാധ്യതകളായിരുന്നു, അതെല്ലാം മാറിത്തന്നു. അതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായി ഞാൻ ഗവൺമെൻറ് ആശുപത്രി ഇവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയും നേർച്ച വസ്തുക്കൾ അവരെ പ്രാർത്ഥിച്ച് തേക്കുകയും ഒക്കെയും ചെയ്തു. അവർ അത് മേടിക്കുകയും എനിക്ക് നേർച്ചയിടാൻ കൃപാസനത്തിൽ പോകുമ്പോൾ നേർച്ചയിടാൻ കാശ് തന്നു വിടുകയും ഞാനിവിടെ കൊണ്ട് അതിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. രോഗികളായുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 2-ാം വാക്യം. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയവും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉഷാ ജയൻ പത്തനംതിട്ട തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം പൂർണ്ണമായിട്ടും മാറണമെന്നുള്ളതായിരുന്നു ഉടമ്പടിയോട് വരുവാനും ഉടമ്പടിയിൽ വെച്ച നിയോഗം തന്നെയും. എന്നാൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ അപ്പച്ചൻ്റെ വാക്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്രകാരം അധ്വാനിച്ച് കിട്ടുന്ന കൂലികളാണെങ്കിൽ പോലും അതിൻ്റെ 3/4 ഭാഗവും എപ്രകാരം ഉപയോഗിച്ചു എന്നുള്ളത് ഈ അപ്പച്ചൻ്റെ വാക്കിൽ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ഞാൻ കാരണമുണ്ടായിട്ടുള്ള അസ്വസ്ഥക്കേടുകളെല്ലാം അപ്പച്ചൻ്റെ വാക്കിൽ നമുക്കെപ്പോഴും ഈ വാക്കുകളിൽ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ ജീവിത പങ്കാളിയുടെ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസവും അത് പരിശുദ്ധ ഇടപെടലിലൂടെ
ഒരു വലിയ മാറ്റമാണ് ഈ അപ്പച്ചൻ്റെയും ഈ കുടുംബത്തിൽ മാറ്റമൊക്കെ ഉണ്ടാക്കിച്ചത്. കാരണം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഇവർ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്തത്. ഈ അപ്പച്ചൻ്റെ ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ട് കൃപാസനത്തിലേക്ക് വരുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടിലായിരിക്കുവാനൊക്കെ ആയിട്ട് ഇവരെ സഹായിച്ചത് ഉറച്ച വിശ്വാസം തന്നെയാണ്. ഇപ്രകാരം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തന്നെയുള്ള പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ കുടുംബത്തിൻ്റെ ജീവിത രീതിയും തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് സമാധാനവും സ്വസ്ഥതയ്ക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയാക്കുകയും ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും ഇവരെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും എൽത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.